Hello, hi, dear friends. ഇന്ന് നമ്മളിവിടെ ടെറസ് കിച്ചണിൽ ഒരു അടിപൊളി കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ഒരുപാട് പ്രാവശ്യം എനിക്ക് തോന്നുന്നു എന്നോട് ആവശ്യപ്പെട്ട കാര്യമാണ് തൈര് വട. തൈര് വട സാധാരണ ഉഴുന്നുവടയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഉഴുന്നുവട പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. LN ബ്ലോഗ്സിലുണ്ട് ഉഴുന്നുവട മേക്കി. അതെനിക്ക് തോന്നുന്നു 1 മില്യണിൽ കൂടുതൽ വ്യൂസ് ഉള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഉഴുന്നുവടയുടെ ഉണ്ടാക്കുന്ന മെത്തേഡ് കണ്ടെങ്കിൽ അത് പോയി കാണാം. എങ്കിലും ഞാൻ ഇതിലും ഉഴുന്നുവട ഉണ്ടാക്കിയിട്ടേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഉഴുന്നുവട ഉണ്ടാക്കുന്ന മെത്തേഡിലേക്ക് പോകാം. 1 കപ്പ് ഉഴുന്നാണ് ഞാൻ വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത്. മിനിമം ഒരു 3 മണിക്കൂർ 2 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ ആകാം. ഓക്കെ, വെള്ളത്തിൽ കുതിർന്ന് അത് വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് ഊറ്റി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കുറേശ്ശെയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അല്ലെങ്കിലും കുഴപ്പമില്ല, വലിയ ജാറാണെങ്കിലും കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഇളക്കി കൊടുക്കണം. വളരെ കുറച്ച് വെള്ളമേ ഒഴിക്കാവുള്ളൂ. അപ്പോൾ ആ ഒരു മെത്തേഡിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഗ്രൈൻഡറിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഈസിയാണ് ഉഴുന്ന് വടയ്ക്കുക. പക്ഷേ ഇത് കുറച്ച് ടാസ്ക്കാണ്. എങ്കിലും മിക്സിയിൽ കുറച്ച് ക്വാണ്ടിറ്റിയല്ലേ ഉള്ളൂ, മിക്സിയിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അത് ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും ഉഴുന്നുവടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഉഴുന്ന് ഊറ്റി 2 3 പ്രാവശ്യമായിട്ട് നമ്മൾ മിക്സിയുടെ കുട്ടി ബൗളിലിട്ടിട്ട് ഞാൻ അരയ്ക്കാൻ കാണിച്ചു തരാവേ. ഒരുവിധം നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. അപ്പോൾ ഇച്ചിരി വളരെ മിനിമം വെള്ളം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പിന്നെ അതുപോലെ മിക്സിയുടെ വലിയ ജാറിലാണെങ്കിലും കുഴപ്പമില്ല, ഒറ്റ ട്രിപ്പിന് ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ സ്മോൾ ജാറിൽ ഒരു 3-4 ടൈംസ് ആയിട്ടിട്ട് ചെയ്യും. ഇനി ഇതിൻ്റെ ടെക്നിക്ക് ഞാൻ എൻ്റെ മറ്റേ വീഡിയോയിലും പറഞ്ഞിരുന്നു. ഒന്നുകിൽ കൈ കൊണ്ട് നന്നായിട്ട് പതയ്ക്കുക, അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിക്കുക. അതിനെക്കാട്ടിലും എളുപ്പം ഒരു ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അങ്ങനെ ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. അങ്ങനെ നല്ല പതച്ച് നല്ല ഫ്ലഫി ആക്കി എടുത്ത് നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഉണ്ടാക്കുമ്പം പൊടിച്ച പഞ്ചസാരയും ബട്ടറൊക്കെ വെച്ച് ഇങ്ങനെ ഫ്ലഫി ആക്കിയില്ലേ, അതുമാതിരി തന്നെയാണ്. ഇപ്പോൾ നോക്കിയാൽ ഇത് മിക്സിയിലായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. ഗ്രൈൻഡറിലൊക്കെ ആണെങ്കിൽ ഓൾറെഡി നല്ല പതഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഇതിന് ആ ഒരു ഫ്ലഫിനെസ് ഇത് കൈകൊണ്ട് നന്നായിട്ട് ഒരു ബേസിനിൽ വെച്ചിട്ട് ഇങ്ങനെ പതപ്പിച്ചെടുക്കാം. വൈദർ ദാറ്റ് ഹാൻഡ് വിസ്ക് കൊണ്ട് ചെയ്യാം. പിന്നെ ഇത് ഏറ്റവും എളുപ്പമുള്ള പരിപാടി ഇതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതിൽ ചെയ്യാം. അപ്പോൾ കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം. ചെറിയ തീയിൽ വറക്കാൻ ആവശ്യമായ എണ്ണ, ഉഴുന്നുവട. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചല്ലോ. ഇനി നമുക്ക് ഈ ഫ്ലഫി ആയിട്ടുള്ള ബാറ്റർ, വിപ്പിംഗ് ക്രീം പോലെയാണ് ഫ്ലഫി ആക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 1 വലിയ സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞത്, ഇത് രണ്ടും ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഇനി കുറച്ച് സവാളയും. ഈ സംഭവം എന്താ വെച്ചാൽ ഇതിൽ പച്ചമുളകും കൂടി സാധാരണഗതിയിൽ കറിവേപ്പിലയൊക്കെ ചേർക്കാം. പക്ഷേ ഇത് കേർഡ് വടയല്ലേ, തൈരിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും ആവശ്യത്തിന് കാര്യങ്ങളെല്ലാം ഇനിയും ചേർക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ വട കട്ട് ചെയ്തല്ലേ കഴിക്കുന്നത്. ആ സമയത്ത് പച്ചമുളകും കറിവേപ്പിലയും നിർബന്ധമില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ഉപ്പും കൂടി ചേർക്കാം. കൈ കൊണ്ട് നോക്കിയേ, ഫ്ലഫി കണ്ടോ? ഓഹോ, വിപ്പിംഗ് ക്രീം പോലെ ഉണ്ട്. സോ ഫ്ലഫി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അതിൻ്റെ ആ ഫ്ലഫിനെസ്, നല്ല പതഞ്ഞ് ഇരിക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇനിയും ചേർക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇട്ട് തുടങ്ങാം. അപ്പോൾ കൈ നന്നായിട്ട് നോക്കിയേ, കൈ ഒന്ന് നന്നായിട്ട് വെള്ളത്തിൽ മുക്കിയെടുക്കണം. വെള്ളത്തിൽ മുക്കുക, ഈർപ്പത്തോടു കൂടി ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ഫ്ലഫി ആയിട്ടുള്ള മാവെടുക്കുന്നു. എന്നിട്ട് ഒരു ചെറുതായിട്ടൊന്നിങ്ങനെ നടുക്കൊരു ഹോളിങ്ങനെ ഇട്ടിട്ട് വീണ്ടും അതുപോലെ സൈഡിലേക്ക് തിരിച്ചിട്ടു. അടുത്തതും തിരിഞ്ഞു. ഓക്കെ, നല്ല ഫ്ലഫി ആയിട്ട് വരും. ഗുണ്ടുമണീസ്. ഇങ്ങനെയാണ് നമ്മൾ വട ഉണ്ടാക്കുന്നത്. കൈ എപ്പോഴും നനച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ കയ്യിൽ കിടന്നിങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോകും. കാണാൻ നല്ല രസമാണ് ആ സമയത്ത്. അങ്ങനെ നമ്മുടെ ഉഴുന്നുവട ഈസ് ഓൾ ഗെറ്റിംഗ് റെഡി. ഓക്കെ, ഇങ്ങനെ ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കുക. ഇതിപ്പോൾ കറക്റ്റ് കളറിൽ ആയിക്കഴിഞ്ഞു. ഫസ്റ്റ് വൺ ഇച്ചിരി ചെറുതാണെന്ന് തോന്നുന്നു, ഇതിലും വലുതാണ് അടുത്തത്. ഓക്കെ, അപ്പോൾ അടുത്ത
ആദ്യത്തെ സെറ്റ് ഓഫ് വടയും റെഡിയായിട്ട് കഴിഞ്ഞു. ദേ നോക്കേ, നല്ല ഗുണ്ടുമണി ഫ്ലഫി പെർഫെക്റ്റ് വടാസ്. ഞാൻ എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ സാധാരണ മാവ് ഉണ്ടാക്കുമ്പോൾ വെള്ളം കൂടിപ്പോയാൽ എണ്ണ കുടിക്കും. അപ്പോൾ അതെല്ലാം കെയർഫുള്ളായിരിക്കണം, വളരെ കുറച്ച് വെള്ളം. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ വട ഉണ്ടാക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു 5-6 ഇനി ഒരു 4 കൂടി എന്തെങ്കിലും കിട്ടും. ഒരു 10 ഉണ്ടാവുമെന്ന് തോന്നുന്നു. നോക്കാം അല്ലേ. ഫസ്റ്റ് ലോട്ട് ഓഫ് വടാസ് റെഡി. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി, പുറമേയൊക്കെ നല്ല കരികരിപ്പും. ആഹാ. അപ്പോൾ ഇനി ബാക്കിയിരിക്കുന്ന മാവ് കൊണ്ട് ഞാൻ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ വടകളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് കാണുന്നുണ്ടല്ലോ, 3, 4, 5, 9, 10, 11 വട കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ അളവിൽ നിന്നും അങ്ങനെ കംപ്ലീറ്റ് വടയും നമ്മുടെ ഉഴുന്ന് വടാസ് ആർ റെഡി. ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തൈര് വടയുടെ മറ്റൊരു പോയിൻ്റാണ്, അതായത് കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന തൈര് വട വേണ്ടേ നമുക്ക്. തൈര് വടയിൽ ഇങ്ങനെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നത്, അതിനകത്ത് ടെക്നിക്കാണ്. ഇങ്ങനെ വറുത്ത ഉഴുന്ന് വടയെ തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊരല്പം സമയം വെച്ചിട്ട്, അല്പം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 5 to 7 minutes അല്ലെങ്കിൽ മാക്സിമം ഓഫ് 10 minutes വെച്ചിട്ട്, നല്ല ചൂട് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് നമ്മൾ തൈരിൻ്റെ മിശ്രിതത്തിലേക്ക് മാറ്റുന്നു. അപ്പോൾ അതിന് മുന്നേ തൈരിൻ്റെ ഒരു മിശ്രിതവും ഉണ്ടാക്കി വെക്കാം. അപ്പോൾ വേറൊരു പാത്രത്തിൽ എല്ലാ പരിപാടികളും ചെയ്യാം. അപ്പോൾ തൈര് വടയുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ തൈരും തൈരിൻ്റെ ഒരു മിശ്രിതത്തിലാണല്ലോ ഈ വട ഇടുന്നത്. അപ്പോൾ അതിൽ ഇത് ചിലർ തേങ്ങ അരയ്ക്കാതെ ചെയ്യും, പക്ഷെ ഞാൻ ചെയ്യുന്നൊരു മെത്തേഡിൽ തേങ്ങ അരച്ചിട്ടാണ്. ഇത് 1 കപ്പ് തേങ്ങയും ഒരു 2 പച്ചമുളക്, 2, 3, 4 ചേർക്കാം നമുക്ക് എരിവിനനുസരിച്ച്. ഇതിപ്പോൾ ഞാൻ 2 നല്ല അത്യാവശ്യം എരിവുള്ള 2 പച്ചമുളക് എടുക്കുന്നു. ഇത് 2 കൂടി ചേർത്ത് മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. അത് ആദ്യത്തെ ജോലി. അത് കഴിഞ്ഞിട്ട് ബാക്കി. അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം, അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ, പച്ചമുളക്, അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി, ഒരു ചെറുതെന്ന് പറയുമ്പോൾ 2 കൂടി ഒരു ചെറിയ സ്ക്വയർ പീസ്, ഓക്കെ, അതും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ തേങ്ങയും പച്ചമുളകും ഇപ്പം ഞാൻ ഇഞ്ചിയും കൂടി ഒന്ന് ചെറിയ പീസസായിട്ട് അരിഞ്ഞിടുന്നു. ഓക്കെ, നല്ല മഷി പോലെ അരച്ചിട്ടുണ്ട്. ഇതേ അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 2-2.5 കപ്പോളം നല്ല കട്ടി തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര്. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ തൈര് ഇവിടെ ഉടച്ചു വെച്ചു. ഇനി ഇപ്പുറത്തെ അടുപ്പ് ഞാൻ കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില മുതലായ കാര്യങ്ങൾ ഇട്ടിട്ട് ഒന്ന് താളിക്കണം. ജീരകം, നല്ല ജീരകം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പില്ലേ, തേങ്ങയും പച്ചമുളക്, അത് അതിനകത്തേക്ക് ഇട്ടിട്ട് ആ പച്ചച്ചോ മാറുന്നവരൊന്ന് ഇളക്കുക. അതാണിപ്പോൾ ചെയ്യാൻ പോണത്. ഒരു 2 ടേബിൾ സ്പൂൺ, 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ എണ്ണ നല്ല ചൂടായി. ഇതിന് അതിനകത്തേക്ക് കടുക്, 1 ടീസ്പൂൺ കടുക് ഇടാം. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ ഉഴുന്ന്. ഉഴുന്നൊക്കെ ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല. എല്ലാം പൊട്ടി വരുന്നു. ഇനി ഉഴുന്നിൻ്റെ കളറും മാറി വരും. ഇനി ഒരു 4 വറ്റൽ മുളക്, 4 5 ആയാലും കുഴപ്പമില്ല. കുറച്ചേറെ കറിവേപ്പില. ഇനി ഇതിലേക്കാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്. കുറച്ച് വെള്ളം കൂടി ഈ ബൗളിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വയ്ക്കും. ഇത് പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ തൈര് റെഡി, ഇവിടുത്തെ അരപ്പ് റെഡി, വട റെഡി. വട പക്ഷേ ചൂടുവെള്ളത്തിലിടണം, തിളച്ച വെള്ളത്തിൽ. ഇത് നോക്കിക്കോളൂ. ഇനി ഞാൻ ഈ അരപ്പ് തൈരിൻ്റെ കൂടെ ചേർക്കാൻ പോകണു. അപ്പോൾ തൈരിൽ നമ്മൾ ഓൾറെഡി ഉടച്ചപ്പോൾ ഉപ്പ് ചേർത്ത്. ഈ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരപ്പ് ചേർത്താലും മതി, എന്തായാലും കുഴപ്പമില്ല. 2 കിലോ ഒരുപോലെ തന്നെയാണ്. അരപ്പ് ഇതിലേക്ക് മാറ്റുന്നു. ഇതിലിപ്പോൾ ഇഞ്ചിയുണ്ട്, പച്ചമുളകും ഉണ്ട്. 2 എണ്ണമേ ഞാൻ ചേർത്തുള്ളൂ, നല്ല എരിവുള്ള 2 പച്ചമുളക്. ചില ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ അരപ്പായിട്ട് അങ്ങനെ ചേർക്കില്ല, വെറുതെ പച്ചമുളകും ഇഞ്ചിയെല്ലാം അരിഞ്ഞ് ഇപ്പോൾ താളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വറുത്തിടുകയുള്ളൂ. വഴറ്റി മൂപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് ഇടും. അപ്പോൾ തേങ്ങയുടെ ഉപയോഗം വേണ്ട. അപ്പോൾ തേങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്തൊക്കെ താമസിക്കുന്നവർക്ക് ആ രീതിയിൽ ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. നല്ലൊരു മിക്സിങ്. ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര.
ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് ഒന്നുകൂടിയൊക്കെ ചെക്ക് ചെയ്യാം. ഒരല്പം ഉപ്പും കൂടി എന്തായാലും വേണ്ടി വരും. ഓക്കെ, ഞാൻ ഉപ്പൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഇച്ചിരി കൂടെ ആകാം. പ്ലസ് ഒരല്പം പഞ്ചസാരയും കൂടി ഞാൻ ഇടുന്നു. 1 ടീസ്പൂണും കൂടി ഇടും. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പേരിന് വേണ്ടിയേ ഉള്ളൂ കേട്ടോ. ആ ഒരു തൈരിൻ്റെ പുളിയും എരിവും അതിൻ്റെ എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഈ മധുരം. 1 to 2 ടീസ്പൂൺ വരെ ആകും. ഇത്രയായാലോ? ഇനി ഒരല്പം കൂടി ഒന്ന് ഡൈല്യൂട്ട് ചെയ്യണം. പാല്, തണുത്ത പാലാണ്, അതും കൂടി ചേർത്തു. ഇതാണ് നമ്മുടെ തൈര് വടയ്ക്ക് വേണ്ട തൈര് മിശ്രിതം. ദാറ്റ് ഈസ് റെഡി. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കട്ടെ. എന്നിട്ട് ഇതാ വെള്ളം ഇവിടെ നല്ല തിളച്ച് കഴിഞ്ഞു. ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു. നല്ല തിളച്ച് കൊണ്ടിരിക്കുന്ന വെള്ളം, ബോയിലിംഗ് വാട്ടറാണ്, ഓൾമോസ്റ്റ് ബോയിലിംഗ് എന്ന് പറയാം. ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ്. നല്ല ചൂടുവെള്ളത്തിലേക്ക് വടയിടുന്നു. വട അതിലൊന്ന് സോക്കാകട്ടെ. ഒരു 10 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ നിന്നും മാറ്റിയിട്ടാണ് തൈര് മിശ്രിതത്തിലേക്ക് യോജിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 10 മിനിറ്റ്സിൻ്റെ ആവശ്യമില്ല, ഒരു 5 മിനിറ്റിന് ധാരാളം മതി. ഇട്ട് കഴിയുമ്പോൾ നല്ല ചൂട് വെള്ളമാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കുതിർന്നോളും. ഈ കുതിർക്കുക എന്ന് പറയുമ്പോൾ ആകം സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് തന്നെ മാറ്റാം, ഓവറാക്കണ്ട. അപ്പോൾ തൈര് വടയുടെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ഇത് ചൂടുവെള്ളത്തിൽ 5 മിനിറ്റ് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ എടുക്കുക. അപ്പോൾ സോഫ്റ്റ് ആകും ഓൾറെഡി. ഇത് നമ്മുടെ തൈര് മിശ്രിതം റെഡി. ഇനി ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ സോക്കായതാണ്. ചെറുതായിട്ടൊന്ന് അമർത്തി ഇച്ചിരി വെള്ളം അതിനകത്തുള്ളതൊന്ന് കളയുക. ഓക്കെ, എന്നിട്ടിത് ട്രേയിലേക്ക് വയ്ക്കാം. അമർത്തി വെള്ളം കളഞ്ഞിട്ടാണ് വയ്ക്കുന്നത്. ഓൾറെഡി അതപ്പോൾ സോക്കായി നല്ലൊരു അകത്തേക്ക് നല്ലൊരു ടെക്സ്ചറായി കഴിഞ്ഞു. അകത്തുള്ള വെള്ളം കളയാണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൈരൊക്കെ കയറണ്ടേ അകത്തേക്ക്, നന്നായിട്ട് കയറണം. ഓക്കെ, അങ്ങനെ 11 വടയും ഇതിനകത്ത് ഞാൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഐഡിയപരമായി നമ്മൾ ഇതിനെ ഫിറ്റാക്കിയിരിക്കുകയാണ്. ഓക്കെ, മതി. യെസ്, അകത്തുനിന്ന് ഇങ്ങനെ പിഴിഞ്ഞെടുത്ത വെള്ളം കളഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് തൈര് മിശ്രിതം ഒഴിക്കുന്നത്. എന്നാലേ ഇത് തൈര് വടയാകുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി വെള്ളം പിടിച്ചതുപോലെ പകരം ഈ തൈര് മിശ്രിതം പിടിച്ചോളും, കുതിർന്ന് വരും. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നല്ലത്. ഇതിന് കിട്ടാനായിട്ട് 1/2 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചത്. വേണമെങ്കിൽ ഒരു 3/4 കപ്പോ 1 കപ്പ് വരെ ആവശ്യാനുസരണം ഒഴിച്ചോളൂ. ഇച്ചിരി കൂടെ ലൂസ് ആക്കണം എന്നുണ്ടെങ്കിലും പാല് കൂട്ടിയാൽ മതി. തൈര് 2 മുതൽ 2.5 കപ്പ് മാക്സിമം, പാല് 1/2 മുതൽ 1 കപ്പ് വരെ ആകും. മുങ്ങിക്കിടക്കാനുള്ള അത്രയും തൈര് മിശ്രിതം ഉണ്ടാകണം. ഇത് മാത്രം എന്താ ടേസ്റ്റ് അറിയാം, രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഞാൻ ഉപ്പ് നോക്കി കഴിക്കാൻ അത്യാവശ്യമായിട്ടിരിക്കുവാണ്. എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ളൊരു കാരണം. ഉഴുന്നുവടയോട് എനിക്ക് അത്ര കമ്പമില്ല, പക്ഷെ തൈര് വട, പരിപ്പുവടയാണ് എനിക്ക് ഉഴുന്നുവടയെക്കാട്ടി ഇഷ്ടം. പക്ഷേ തൈര് വടയുടെ കേസിൽ എനിക്കതൊരു വീക്ക്നെസ്സാണ്. യെസ്, നല്ല വെജിറ്റേറിയൻ ഹോട്ടൽസിലൊക്കെ പോയാൽ ഓർഡർ ചെയ്യുന്നൊരു കാര്യമാണ് ഞാൻ തൈര് വട. അപ്പോൾ ഇതിനകത്ത് താഴോട്ട് പോയി ആ ഗ്യാപ്പിലൂടെ ഉള്ളിലേക്ക് കടന്നിട്ട് ഗ്യാപ്പ് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വിട്ട് കൊടുക്കാം. അപ്പോൾ ഈ തൈരിനകത്തേക്ക് പോകാനുള്ള ഒരു സ്പേസ് കൊടുക്കാം, ഇതിലേക്ക് കുതിരാനായിട്ടുള്ള ഏരിയ. ഓക്കെ, അങ്ങനെ നമ്മുടെ തൈര് വട ഇസ് ദ ഫൈനൽ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അലങ്കരിച്ച് സുന്ദരിയാക്കാൻ പോകണം. ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ്, മല്ലിയെല്ലാം ഞാൻ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇടാം. അതിന് മുന്നേ ഒരു കാര്യം കൂടി, ദാറ്റ് ഈസ് കുറച്ച് ജീരകം വറുത്ത് പൊടിച്ചതും കൂടി വെള്ളിങ്ങനെ ഇട്ട് കൊടുക്കും. ഇത് ജീരകപ്പൊടിയാണ്, ജീരകം വറുത്ത് പൊടിച്ചത്. നിർബന്ധമില്ല, നമ്മൾ ജീരകം താളിക്കാനായിട്ട് എടുത്തല്ലോ, എന്നാലും ഒരു ആഡഡ് ഫ്ലേവർ. ക്യാരറ്റ് ഗ്രേറ്റഡ്, മല്ലിയില ഫൈൻലി ചോപ്ഡ്, അരിഞ്ഞത് ചെറുതായി അരിഞ്ഞത്. കളർഫുള്ളായല്ലോ.
ഇതാണ് ഭംഗിയായിട്ട് നമ്മൾ അലങ്കരിക്കാൻ പറയില്ലേ. ഓക്കെ, അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ തൈര് വട ഈസ് റെഡി. ഇത് സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ അല്ല കഴിക്കേണ്ടത്, ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കണം. ഈ തൈരിന് ഓൾറെഡി കുറച്ച് തണുപ്പുണ്ട്, തണുത്ത പാലൊക്കെ ഒഴിച്ച്. എങ്കിലും നല്ല ചിൽഡായിട്ട് കഴിച്ചാലാണ് ഏറ്റവും നല്ലതെന്ന് എനിക്കെപ്പോഴും തോന്നും തൈര് വട. എങ്കിലും ടേസ്റ്റ് ചെയ്ത് കാണിക്കണ്ടേ? ഇതേ നോക്കിക്കോളൂ, ഇങ്ങനെ സൂക്കായി വരുന്നതേ ഉള്ളൂ, പെർഫെക്റ്റ്ലി ആയിട്ടുണ്ടാവില്ല, അധികം സമയമായിട്ടില്ലല്ലോ. സ്പൂൺ വയ്ക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ താഴോട്ട് പോകുന്നുണ്ടോ, സോഫ്റ്റ് ആൻഡ് അയ്യോ ഒന്നും പറയണ്ട. ഇനി ഇതിനകത്തേക്ക് ആ തൈര് കയറി വരും കുറച്ച് നേരം ഇരിക്കുമ്പോൾ. ആഹാ, മെൽറ്റിങ് ഇൻ മൈ മൗത്ത്. സത്യമാണ്, വായിലലിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഈ വെള്ളം പിഴിഞ്ഞ് കളയുമ്പോഴും ഫുള്ള് കളയില്ല, ഒരു പകുതി. അപ്പോൾ ഇച്ചിരി വെള്ളത്തിൻ്റെ ഒരു അംശം ഈർപ്പം ഉണ്ടാകുമകത്ത്. ആ ഈർപ്പത്തോടു കൂടിയാണ് നമ്മൾ ഈ തൈരിൻ്റെ മിശ്രിതം ചെയ്യുക. പിന്നെ ഇനി തൈരിന് അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കയറാനുള്ളൊരു സമയം മാത്രം കൊടുത്താൽ. ചൂടുവെള്ളം, അതായത് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ട് വാട്ടറിൽ മുക്കിയെടുക്കുന്ന കാര്യം, ഒരു 5 മിനിറ്റെങ്കിലും സോക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതൊരു പ്രധാന സ്റ്റെപ്പാണ്. കാര്യം ചില ഷോപ്സിൽ നമ്മൾ കഴിക്കുമ്പോൾ വളരെ ഹാർഡായിരിക്കും. പുറമേ ഇങ്ങനെ തൈരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് ആ വട എടുക്കാൻ നോക്കുമ്പോൾ അത് ഉള്ളിലേക്കൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല, വളരെ ഹാർഡായിരിക്കും. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷേ ചില കടകളിൽ വളരെ സോഫ്റ്റായിട്ട് ഇങ്ങനെ സ്പൂൺ അങ്ങ് വയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഹൽവ പീസിനകത്തേക്ക് വെക്കുന്ന പോലെയാണ്. അതുപോലെ അല്ലെങ്കിൽ ഒരു കേസരിയൊക്കെ എടുക്കുന്ന പോലെ അങ്ങോട്ട് താഴ്ന്നു പോകും. ആ ഒരു രീതിയിലൊരു മെൽറ്റിംഗ് ഇൻ മൈ മെൽറ്റിംഗ് ഇൻ അവർ മൗത്ത് എന്നുള്ളൊരു ഫീൽ കിട്ടും. ആ ഒരു ടെക്നിക്കാണ് ഈ തിളച്ച വെള്ളം അല്ലെങ്കിൽ ഹോട്ട് വാട്ടറിൽ മുക്കി എടുക്കുന്ന ഒരു സിസ്റ്റം. നിർത്താനേ തോന്നില്ല. അടിപൊളി, എക്സലൻറ്റ്. ഉണ്ടാക്കി നോക്കുക. എനിക്ക് നിങ്ങൾക്ക് കൂടി തരണമെന്നുണ്ട്. എന്നോട് ഒരുപാട് പേര് പറയും ചേച്ചി ഉണ്ടാക്കി ആഹാരം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ. പക്ഷെ എനിക്ക് നിവൃത്തിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചാലേ പറ്റുള്ളൂ. ഞാൻ തരുന്ന അതേ മെത്തേഡിൽ ഇതേ ടേസ്റ്റ് കിട്ടും. പക്ഷേ ചിൽഡായിട്ട് കഴിക്കാം. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ പാലിൻ്റെ അളവ് 1 വരെ ചേർക്കാം. ഇതിരുന്നിങ്ങനെ ആ സോക്കായി വരുമല്ലോ. നമുക്ക് ഇച്ചിരി കൂടുതൽ അതിൻ്റെ ആ ഒരു തൈരിൻ്റെ മിശ്രിതം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ലൂസാക്കിയാലും തെറ്റില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ഫീഡ്ബാക്ക്സ് തരിക, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഫീഡ്ബാക്ക്സ് തരാൻ മറക്കണ്ട. ഞാനിങ്ങനെ കമൻറ്റ് ബോക്സിലേക്ക് നോക്കിയിരിക്കും ഓരോ ദിവസവും നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട്. അത് ഞാൻ പറ്റുന്ന പോലെയൊക്കെ മറുപടിയും തരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള കുറേ ഐറ്റംസ് എന്തൊക്കെയാണ് അതെല്ലാം എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു തരാം. പറ്റുന്ന പോലെയൊക്കെ ഞാൻ സമയം കിട്ടുമ്പോൾ ആ വീഡിയോസും ഒക്കെ ചെയ്തിടാം. ഓക്കെ, അപ്പോൾ സന്തോഷം. പിന്നെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് ലക്ഷ്മി നായർ വ്ളോഗ്സ്, നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനൽ. നിങ്ങളെപ്പോലെ ഒരുപാട് നല്ല ആൾക്കാർ ഉള്ള ഒരു യൂട്യൂബ് ചാനൽ. അപ്പം അതിൻ്റെ ഒരു ഫാമിലിയാണ് നമ്മൾ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.